ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം യാത്ര ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ. 4ാമത്തെ വീഡിയോ ആണ് നമ്മുടെ തിരുവനന്തപുരത്തത്. അങ്ങനെ സൂയിൽ നിന്നും നേരെ വിട്ടത് നമ്മുടെ ശംഖുമുഖം ബീച്ചിലോട്ടാണ് കേട്ടോ. ബീച്ച് എന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നമ്മുടെ 3 കുരുപ്പുകളും കേട്ടോ. ആമിക്കുഞ്ഞും വിന്ദുക്കുഞ്ഞും വലിയ രീതിയിൽ അലമ്പൊന്നും എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബീച്ചിലോട്ട് പോയത്. കാരണം വയറ് നിറഞ്ഞിരുന്ന വലിയ രീതിയിൽ അലമ്പില്ലാത്തവരാണ് ഞങ്ങളുടെ മക്കൾ കേട്ടോ. പക്ഷേ പ്രതീക്ഷയ്ക്കും വിപരീതമായിട്ടായിരുന്നു സംഭവിച്ചത് കേട്ടോ. വിദ്ദുക്കുട്ടൻ ആകെ അങ്ങ് തിരിഞ്ഞായിരുന്നു. അവന് കളിപ്പാട്ടം മൊത്തത്തിൽ ആ കടയിലുള്ള മൊത്ത കളിപ്പാട്ടം വേണമെന്നായിരുന്നു അവൻ്റെ വാശി കേട്ടോ. ആദ്യം കണ്ട കടയിൽ നിന്നാണ് ഈ കുമ്പളയുടെ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ ആമിക്കുഞ്ഞിന് ഏതെങ്കിലും ഒരു ഐറ്റം മതി. പക്ഷെ വിദ്ദുക്കുട്ടനാകെ തിരിഞ്ഞായിരുന്നു. കുറച്ചും കൂടെ നടന്നു വന്നപ്പോഴത്തേക്കിനുമാണ് കളിപ്പാട്ടക്കടകൾ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത മറ്റേ ഇരുന്നുള്ള കളിക്കുന്നതും ജീപ്പുകളും അങ്ങനത്തെയൊക്കെ കടകൾ കണ്ടത് പിന്നീടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സത്യാഗ്രഹ സമരം തന്നെ അവൻ അവിടെ അരങ്ങേറി കേട്ടോ. അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അതിനും കൂടെ അലമ്പായിരുന്നു നമ്മുടെ വിദ്ദുക്കുട്ടനെ. പിന്നെ ദാണ്ട ഈ മണ്ണി കളിക്കുന്ന ആ സാധനങ്ങളുടെ ഒരു കൂട്ടം വാങ്ങിച്ച്, പിന്നെ ഒരാൾക്ക് വാങ്ങിക്കുമ്പോൾ ആമിക്കുഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കുമോ, അങ്ങനെ ആമിക്കുഞ്ഞിനും വാങ്ങിച്ചിട്ട് നേരെ കടപ്പുറത്തോട്ട് ചെന്ന് കേട്ടാ. പിന്നെ ഒരു സാധനം ആവശ്യപ്പെടില്ലും എന്നുള്ള വാഗ്ദാനത്തിലാണ് അത് വാങ്ങിച്ചു കൊടുത്തത്. പണ്ട് കടലെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. ഇതുപോലെ ഈ കരയെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഒന്ന് കാല് നനയ്ക്കാൻ പോലും ഞാനൊന്ന് ഇറങ്ങത്തില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പേടിയായിരുന്നേ. തിരമാല അടിച്ച് വരുമ്പോഴത്തേക്കിനും ഞാൻ പുറകോട്ട് ഒരൊറ്റ ഓട്ടം ഓടും കേട്ടോ. അത്രയ്ക്ക് പേടിയായിരുന്നു. എനിക്ക് തോന്നുന്നു കല്യാണത്തിൻ്റെ ആ ഡിഗ്രി സമയത്തൊക്കെയാണെന്ന് തോന്നി എനിക്കിതിനോടുള്ള പേടി ഏകദേശം മാറി തുടങ്ങിയത്. ഇപ്പോഴും എനിക്ക് പേടിയില്ല എന്നല്ല, പക്ഷെ ഞാൻ ചെരുപ്പിൽ ഊരിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് കാലിങ്ങനെ കുഴിച്ച് നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും വലിയ കുഴപ്പമില്ലല്ലോ എന്നുള്ള ധൈര്യന്മേത്തയിലാണ് ഞാനാ നിൽക്കുന്നത്. ഇത്രയെങ്കിലും ധൈര്യത്തെ നിൽക്കുന്നത് തന്നെ ഒരു പ്രാവശ്യം ആലപ്പുഴ ബീച്ചിൽ പോയപ്പോഴത്തേക്കിനും നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഇറക്കിയെന്ന് തന്നെ പറയാം. അതുപോലത്തെ കുരുപ്പുകളും ഒക്കെ ആയിട്ടായിരുന്നു പോയത് കേട്ടോ. അങ്ങനെ എൻ്റെ പേടിക്ക് ചെറിയൊരു വിരാമം ഉണ്ടാക്കിയത് ആലപ്പുഴ ബീച്ചാണെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഞാൻ കടലമ്മയോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. എൻ്റെ മനസ്സിൽ ഉറക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് വട്ടാന്ന് പറയുമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ നിന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അതുകൊണ്ട് ഇത്രയും നേരം ഞാൻ ഒറ്റയ്ക്ക് മാറി നിന്ന് എന്തൊക്കെയോ കടലമ്മയുടെ അവിടെ നിന്ന് ഞാൻ സംസാരിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കാൻ സമയം തന്നത് തന്നെ ആ കളിപ്പാട്ടം ഇരുന്ന് കളിക്കുന്ന ഒരു കളിപ്പാട്ടം ആയതുകൊണ്ടും മണ്ണിൽ കളിക്കാൻ ഞങ്ങൾ അനുവദിച്ചതുകൊണ്ടും മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഇടവും വലവും പുറകിലും എല്ലാം എൻ്റെ 3 മക്കളും കൂടെ കണ്ടേനെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് അത്രയും നേരം അവിടെ നിന്നത് തന്നെ. ചെറിയ രീതിയിലൊന്ന് കാല് നനച്ചിട്ട് വരാൻ അയച്ചിട്ടാന്നും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ. തിരിച്ചു വന്നത് എങ്ങും തൊടാതെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഒരു തിരമാല എന്നെ ചതിക്കുകയും ചെയ്തു ഗൈസ്. പക്ഷെ അതിൻ്റെ വരവ് കണ്ടപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അടിച്ചു കയറി വരുവന്നേ. ഏകദേശം ആ മുട്ടിൻ്റെ ഭാഗം വരെ അടിച്ചു കയറിയായിരുന്നേ. ഭാഗ്യത്തിന് ലെഗിങ്സ് അത്രയും വരെയും പൊക്കി വെച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ടോപ്പ് പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയലുകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സമയത്തായിരുന്നു പോയത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സ്വസ്ഥമായിട്ട് മക്കൾക്ക് അവിടെ ഇരുന്ന് കളിക്കാനും പറ്റി. എനിക്ക് അത്രയും നേരം അവിടെ നിൽക്കുന്ന ആസ്വദിക്കാനും പറ്റി കേട്ടോ കടല്. പിന്നെ വിദ്ദുക്കുട്ടൻ്റെ ആമിക്കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ അവരുടെ അച്ഛന്മാരും കൂടെ കൂടിയപ്പോഴത്തേക്കിനും അവരവിടെ ഇരുന്ന് അങ്ങ് കുശാലാക്കിയേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴായിരുന്നു അടുത്ത മേളം. കാരണം അതിൻ്റെ കളി കഴിഞ്ഞല്ലോ. കൂട്ടത്തിൽ ഈ പറത്തുന്ന സാധനം കുമ്പള പറത്തുന്ന സാധനത്തിൻ്റെയും കൂടെ കളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും തിരിച്ചു പോയപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ അങ്ങേയറ്റത്തെ ബഹളമായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. ഇത്രയെല്ലാം വാങ്ങിച്ചു കൊടുത്തല്ലോ എന്നും പറഞ്ഞിട്ട് വിദ്ദുക്കുട്ടനെ എടുത്തു നോക്കിക്കൊണ്ട് ഓടുമായിരുന്നു കേട്ടോ. പുറകിന് രാജേഷേട്ടൻ ആമിയം കൊണ്ടുപോയി. ഈ തക്കത്തിന് ഞാനും ചിപ്പിയും കൂടെ ഒരു കുട്ടി പർച്ചേസ് നടത്തി കേട്ടോ. ഒന്നുമില്ല, കുറച്ച് പൊട്ടും ക്ലിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണമായിരുന്നേ. അങ്ങനെ അതും വാങ്ങിച്ചിട്ടാണ് തിരിച്ചത് അവിടെ നിന്ന്. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തത് തന്നെ ബ്ലോക്കിനെ പേടിച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മാതിരി ബ്ലോക്ക് എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയപ്പോൾ 2.5 മണിക്കൂർ, ഇങ്ങോട്ട് വന്നപ്പോൾ 4.5-5 മണിക്കൂർ എടുത്ത് ഗൈസ് ഇങ്ങി വന്നപ്പോൾ. പിന്നെ ദാണ്ട ഒരു കരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അവിടെ നിന്ന്. തിരിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയ ഹോട്ടലിൽ തന്നെ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു. തിരിച്ച് വന്നപ്പോഴും ഞങ്ങൾ അത്രയും ട്രാവൽ ചെയ്ത് പുല്ലളങ്ങര വന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ ഈ വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടാറ്റാ.